സത്യം തുറന്നു പറയുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഒരു കാലഘട്ടത്തിലും മടിച്ചു നിന്നിട്ടില്ല. അപ്പുറത്താരായിരുന്നാലും ശരി, അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അത് തുറന്നു പറയാനുള്ള അവസരം ലോകസത്താവായ അള്ളാഹു ഇവിടെ ചെയ്തു തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ തുടക്കം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ എഴുതിയ ഒരു ലേഖനം നമുക്ക് ഈ സമസ്ത സ്മരണികയിൽ കാണാം. സുഹൃത്തുക്കളെ, എഴുതിയത് എന്താണ്? ഞാൻ ചെറിയ അല്പവാചകം മാത്രം ഞാൻ വായിക്കുകയാണ്. സുന്നി വോയിസിൽ വന്ന ലേഖനം അത് എടുത്ത് ഉദ്ധരിച്ചതാണ്. മതകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. എന്താണ് എഴുതിയത്? സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്നതും എഴുതുന്നതും വിഭാഗീയതയും ഛിദ്രതയുമാണെന്ന് ചിലർ പറയുന്നു. ഖുനൂത്ത് ഓതിയാലും ഇല്ലെങ്കിലും കൈ നെഞ്ഞത്തോ പുറത്തോ വെച്ചാലും നമസ്കരിക്കുന്നില്ലേ? ഖുത്ബ പരിഭാഷ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ജുമാ നിസ്കരിക്കുന്നുണ്ടല്ലോ. എന്തിന് ഛിദ്രത സൃഷ്ടിക്കുന്നു? പലപ്പോഴും ഇങ്ങനെ ശബ്ദിക്കാറുള്ളത് ചില രാഷ്ട്രീയ നേതാക്കളും അവരുടെ പത്രങ്ങളും അനുഭാവികളുമാണ്. ഇത് ഞാൻ എഴുതിയതല്ല. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഭൗതികാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ തെളിഞ്ഞും മറിഞ്ഞും പ്രവർത്തിക്കുന്ന എത്രയോ പാർട്ടിയും പത്രവും ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും എന്തെല്ലാം നടക്കുന്നു. പലപ്പോഴും കൊലപാതകം തന്നെ സംഭവിക്കുന്നു. ഇതിന്റെ പേരിൽ രാഷ്ട്രീയമോ മന്ത്രിസഭയോ വേണ്ടെന്ന് പറയാൻ ഇവിടുത്തെ അഹിംസാ ശ്രേഷ്ഠർ രംഗത്തില്ല. മതത്തിന്റെ കാര്യം പറയുന്നിടത്ത് മാത്രം ഇവർ സമാധാന ഗന്ധികളാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന് ഭൗതിക രാഷ്ട്രീയമില്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് ഇസ്ലാം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് ഇപ്പറഞ്ഞതിനർത്ഥമില്ല. അതുകൊണ്ട് കാര്യം പറഞ്ഞുകൂടുന്നില്ല. രാഷ്ട്രീയമുണ്ടായാലേ കാര്യം പറയാവൂ എന്നില്ലല്ലോ. പോകട്ടെ, രാഷ്ട്രീയക്കാരൻ പറയുന്നത് എന്തും കാര്യമാണോ, ശരിയാണോ? ഇവിടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ മതത്തിനേ കഴിയൂ. ഉമ്മയെ തല്ലരുതെന്ന് ഒരാളും തല്ലണമെന്ന് രണ്ടാളും പറഞ്ഞാൽ രണ്ടാമത്തേത് അംഗീകരിക്കുന്ന രാഷ്ട്രീയത്തിൽ സുന്നത്ത് ജമാഅത്തിന് വിശ്വാസമില്ല. മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതേ നമ്മള് 1985 പ്രസിദ്ധീകരിച്ച നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ സ്മരണികയിൽ അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനം എടുത്തുദ്ധരിച്ചതാണ്. ഞാനിത് പറഞ്ഞു വരും. ഇതാണ് സമസ്തയുടെ നയം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുവോ? ഇല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അത് കൃത്യമായി പഠിപ്പിക്കാൻ, കൃത്യമായി വിവരിക്കാൻ അൽഹംദുലില്ലാ 980 മുതൽക്ക് സുബ്ഹാനല്ലാഹ് പുനഃസംഘടനയുടെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലങ്ങളിലും ഇടവണ്ണയിലും കുറ്റ്യാടി പരിസരങ്ങളിൽ 11 സ്ഥലത്ത് പള്ളിയിലായിരുന്നു സുന്നികൾ. എല്ലാ സ്ഥലത്തും പള്ളികൾ നിർമ്മിച്ചു. അതേ, നമ്മളുടെ പള്ളി തട്ടിയെടുക്കാൻ വേണ്ടി നേരത്തെ ഇടവണ്ണക്കടുത്ത് പാലപ്പറ്റയിൽ ശ്രമിച്ചപ്പോ SSFന്റെ ചുണക്കുട്ടികൾ അത് തടുത്തു. SYSന്റെ പ്രവർത്തകർ അത് തടുത്തു. ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ അങ്ങോട്ട് പോകാൻ കഴിയാഞ്ഞിട്ട് അരീക്കോടുന്ന് പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. ഇതേപോലെ നമ്മുടെ അറബി പാഠപുസ്തകത്തിൽ ഗവൺമെന്റിന്റെ ചെലവിൽ ഇവിടെ മുജാഹിദാശയം പ്രകടിപ്പിച്ചു. മൗലവിയുൽ വക്കമി എന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ കീഴ് ഘടകങ്ങൾ പ്രവർത്തിച്ചു. അതെല്ലാം എടുത്തു മാറ്റിച്ചു. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിനെതിരായ ഒന്നും ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല. മുസ്ലിങ്ങളുടെ ആശയം പറയുമ്പോ അത് സുന്നി പണ്ഡിതന്മാര് പറയണം. വേറെ മതക്കാർ അവരുടെ മതം അവർക്ക് പറയാം. ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. അവർക്കും ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം. ഇവിടെ ഞങ്ങൾ കാണുന്നൊരു വിഷയമുണ്ട്. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ അവരാരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല. നിങ്ങളെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതി ഹദീസ് ഓതി ഇസ്ലാമിനെ നശിപ്പിക്കാൻ അവരാരും വരുന്നില്ല.
മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആരാണ്? ഇസ്ലാമിന്റെ ശരിയായ ആശയം മാറ്റിമറിച്ച് അള്ളാഹുവിന് 60 മുഴം നീളമുണ്ട് എന്നിവരെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്കും, നിസ്കാരം 3 ആണെന്നും അതേ തറാവീഹിന്റെ എണ്ണം 8 ആണെന്നും 11 ആണെന്നും ഒക്കെ എന്തെല്ലാമോ പറഞ്ഞ് ഖുത്ബയുടെ ഭാഷ മാറ്റണമെന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഈ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളാണ്. ഹൈന്ദവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല, അവരവരുടേതായ മതവുമായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവരോട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റം കാണാത്തത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല. ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സമരരംഗത്തിറങ്ങണമെന്ന് പറഞ്ഞത്. ആ സമരരംഗത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയ കാലം മുതൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിൽ വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ നമ്മുടെ മാളിയേക്കൽ സഖാഫിയുടെ അവതരണവും കൂടി ബാക്കിയുള്ളതിനാലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ ഹക്കായ നിലയ്ക്ക് ഇവിടെ നിലനിർത്താൻ, ആവേശത്തോടെ പ്രവർത്തിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നേതാക്കൾക്കും അതേ അവരുടെ സഹായികൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തഖ്വയിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ലോകം മുഴുക്കെ ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ, നമുക്കറിയാം പലരും പകച്ചു നിന്നുപോയ സമയം, കേരളത്തിൽ ഇരുന്നൊരു ഫോൺ ചെയ്തിട്ട് യമനിൽ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു അമുസ്ലിം ചെറുപ്പക്കാരിയെ ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം ലോകത്ത് അംഗീകാരമുള്ള ഒരേ ഒരു പണ്ഡിതൻ, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ആ മഹാനായ പണ്ഡിതനാണ് ഇവിടെ നമുക്ക് വിളംബരം പറഞ്ഞു തന്നത്. ആ ഒരാവേശത്തിൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും, മറ്റൊരുപാട് ശുഗലുകൾ നമുക്കുണ്ട്, പലർക്കും പല ജോലികളുമുണ്ട്. അതെല്ലാം തൽക്കാലം 100ാം വാർഷികം രണ്ടാമതുണ്ടാവൂല, പിന്നെ 200ാം വാർഷികമാണ് പിന്നെ വരിക. സുഹൃത്തുക്കളെ, ഈ 100ാം വാർഷികം അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വരമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം മലപ്പുറം ജില്ലക്കാർ ഇന്ന് ഉറക്കേ തക്ബീർ ചൊല്ലി, എല്ലാവരും തക്ബീർ ചൊല്ലി. മലപ്പുറം ജില്ലക്കാർ വലിയ ആവേശത്തിലാണ്. മലപ്പുറത്താണ് സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മലപ്പുറത്ത് നിന്നാണ് ഫത്ഹുൽ മുഈൻ എഴുതിയിട്ട് ഞങ്ങൾക്ക് ഫിഖഹിന്റെ കിതാബ് തന്നത്. ശൈഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഖത്തർ നദിയുടെ ശറഹ് എഴുതിയത്. അതേ മമ്പ്രന്തങ്ങളും ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവും ഒക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയതും ജയിലിലേക്ക് പോയതും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ആലിമീങ്ങളും പ്രവർത്തകരും പ്രത്യേകിച്ചും നെഞ്ചോട് ചേർത്ത് എല്ലാ ജില്ലയിലുമുള്ളവർ പൂർണ്ണമായും രംഗത്തിറങ്ങുന്നതോടുകൂടെ ആതിഥ്യമരുളുന്നവരാണ് ഞങ്ങളെന്ന ബോധത്തോടുകൂടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനമെന്ന് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയുന്നവർക്കൊക്കെ കാണാൻ പോവുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.